വീട് ഒരു സ്വപ്നമാണ്. അതുകൊണ്ട് തന്നെ ഒരു കോൺക്രീറ്റ് ബിൽഡിംഗ് ഉണ്ടാക്കുക എന്നുള്ളതല്ല, ഒരു ഫാമിലിയുടെ ഡ്രീം ഫുൾഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഹായ്, റിബാസ് ഫ്രം ആർക്ക് 19. ഇനീഷ്യലി ജിഷാർ ക്ലയൻറ്റ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ എലിവേഷനിലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇത് കണ്ടംപററി ഡിസൈനിൽ ചെയ്യണോ, അത് ട്രോപ്പിക്കൽ വേണോ എന്നുള്ളൊരു ഡിസ്കഷനിലാണ് വന്നത്. അങ്ങനെയാണ് നമ്മളിതിൽ പിന്നെ ഒരു മോഡേൺ ചെറിയ ട്രോപ്പിക്കൽ എലമെൻറ്റ്സ് ആഡ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു എലിവേഷൻ ഫൈനലൈസ് ചെയ്യുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ വേണമെന്ന് ക്ലയൻറ്റ് പറഞ്ഞത്. ഇൻറ്റീരിയറിൽ നമ്മൾ ഒരുപാട് എലമെൻറ്റ്സ് ആഡ് ചെയ്തിട്ടില്ല. മിനിമലായിട്ടുള്ളൊരു മിനിമലിസ്റ്റിക് അപ്രോച്ചാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. എസ്പെഷ്യലി നമ്മൾ എടുത്തു പറയേണ്ടത് ഫർണിഷിംഗ് ആണ് ഒരു മേജർ റോള് ഇവിടെ ഒരു ഇൻറ്റീരിയർ പാർട്ടിൽ വന്നിട്ടുള്ളത്. എല്ലാ ഫർണിച്ചറും നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് ഒരു തീമിനെ ആപ്റ്റ് ആവുന്ന രീതിയിലാണ് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഒരു മേജർ റോള് ഇൻറ്റീരിയർ പ്ലേ ചെയ്തിട്ടുള്ളത് ഫർണിച്ചേഴ്സ് തന്നെയാണ്. ഒരു ഓപ്പൺ കോൺസെപ്റ്റ് ഡിസൈൻ തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. എക്സെപ്റ്റ് കിച്ചൺ, നമ്മൾ കോമൺ ഏരിയാസ് എല്ലാം ഓപ്പണായി തന്നെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ലിവിങ് ഏരിയ നമ്മൾ ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. റിമൈനിങ് വരുന്ന സീലിംഗ് വുഡൻ പാനൽസ് യൂസ് ചെയ്തിട്ടാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ്ലി കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളൊരു വാഷ് ഏരിയയാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. സ്റ്റെയർസിന് താഴെ വരുന്ന സ്പേസ് റീസെൻ്റ്ലി ആണ് നമ്മളത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഇതൊരു അയണിങ് സ്പേസ് ആയിട്ടും ഒക്കെ നമ്മളത് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു വീട്ടിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു സ്റ്റഡി ഏരിയ ആയിട്ട് നമ്മളതിന് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ആക്ച്വലി ആ സ്പേസ് ശരിക്കും യൂസ്ഫുള്ളാണ് ഇവിടെ. നാല് ബെഡ്റൂംസാണ് ഈ വീടുള്ളത്. 2 ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിൽ 2. റൂമിലൊക്കെ ഓരോ കളർ തീം, അതൊരു മിനിമൽ ലൈറ്റ് കളേഴ്സ് എന്നുള്ള രീതിയിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ബെഡ്റൂം ഡിസൈൻ ചെയ്യുമ്പോഴും ആ ഒരു തീം ആപ്റ്റ് ചെയ്തിട്ടുള്ള ഫർണിച്ചേഴ്സും വാൾ ഡെക്കോറൊക്കെ അതേ തീമിനെ ആപ്റ്റ് ആവുന്ന രീതിയിൽ നമ്മൾ കൊണ്ടുവരാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു സ്പെഷ്യൽ റിക്വയർമെൻ്റ് ആയിരുന്നു കിച്ചൺ. നമ്മൾ ഓപ്പൺ കിച്ചനെ കുറിച്ചൊരു ഡിസ്കഷനൊക്കെ നടന്നു എങ്കിലും കിച്ചനെ കുറിച്ച് പ്രൈവസി വേണമെന്നുള്ളത് ക്ലയൻറ്റ് പറഞ്ഞിരുന്നു. കിച്ചൺ നമ്മൾ ക്ലോസ്ഡ് ആയിട്ട് ഒരു പ്രൈവസിയിൽ തന്നെയാണ് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുള്ളത്.
ഇന്റീരിയറിൽ ക്ലയൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു അടച്ച് ഇട്ട പോലൊരു ഫീല് വേണ്ട എന്നുള്ളതായിരുന്നു. അതായത് നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്ന രീതിയിലുള്ളൊരു ഇൻറ്റീരിയർ വേണമെന്നുള്ളത് പറഞ്ഞിരുന്നത്. നാച്ചുറൽ ലൈറ്റ്സ് ഒരുപാട് വരിക എന്നുള്ളതല്ല, കൺട്രോൾഡ് ആയിട്ട് ഇവിടെ നാച്ചുറൽ ലൈറ്റ് വന്ന് പകൽ സമയങ്ങളിൽ ലൈറ്റുകൾ കുറച്ച് യൂസ് ചെയ്യുന്ന രീതിയിൽ, അതുപോലെ തന്നെ കാറ്റും ഉള്ളിൽ കയറി ഇറങ്ങുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മോസ്റ്റ് ഓഫ് ദ ലൈറ്റ്സ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. നമ്മളതിൻ്റെ ഒരു 100% നമ്മളൊരു ഡിസൈൻ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ അത്ര റിസ്ക് എടുത്തിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ട് തന്നെ സെയിം ലൈറ്റ്സ് തന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിവിടെ പ്ലേസ് ചെയ്തിട്ടുള്ള വാൾ ഡെക്കോർസ് ഒക്കെ എല്ലാം കസ്റ്റമൈസ്ഡ് ആണ്. ഈ ഒരു ഇൻറ്റീരിയറിന് മാച്ച് ആവുന്ന രീതിയിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് അതിൻ്റെ ഡയമെൻഷൻസ് നമ്മൾ സ്പെസിഫിക്കലി കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഓരോ വാൾ ഡെക്കോർസ് നമ്മളിവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അത് ബെഡ്റൂം ആണെങ്കിലും ആ ഒരു തീം മാച്ച് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ഈ എലിവേഷൻ്റെ പാർട്ടായിട്ട് ഈ സിറ്റ് ഔട്ടും ഈ കാർ പോർച്ചും നമ്മൾ സ്റ്റോൺ ഫിനിഷാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്.